വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് നമ്മൾ ബിടെക് ഓണേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ കെഡ്യൂള് ബിടെക് ചെയ്യുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബിടെക് മൈനേഴ്സ്, ബിടെക് ഓണേഴ്സ് എന്താണെന്നുള്ളത്. ബിടെക് മൈനേഴ്സിനെ കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിടെക് ഓണേഴ്സിനെ കുറിച്ചാണ്. സോ ബിടെക് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അവരുടെ സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന ഒരു കാര്യമാണ് ബിടെക് ഓണേഴ്സ്. ബിടെക് വിത്ത് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് ഈ ഓണേഴ്സ് കിട്ടാന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇതൊരു അഡീഷണൽ ക്രെഡൻഷ്യൽ തന്നെയാണ്. അപ്പൊ ഇതിൽ അക്കാഡമിക്കലി എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഈ ബിടെക് ഓണേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. എക്സ്ട്രാ നമ്മൾ 20 ക്രെഡിറ്റ്സ് എടുക്കുകയും വേണം കോഴ്സുകൾ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സബ്ജക്റ്റിൽ നമുക്ക് അഡ്വാൻസ്ഡ് ഏരിയാസ് പഠിക്കാനും അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യാനും സ്പെഷ്യലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പൊ മൈനേഴ്സും ഓണേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ മൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പോവുകയാണ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഇലക്ട്രോണിക്സിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന്റെയോ സബ്ജക്ട്സ് പഠിക്കുന്നതാണ് മൈനർ എന്ന് പറയുന്നത്. പക്ഷേ ഓണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡിസിപ്ലിൻ ആണോ അതിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുക എന്നുള്ളതാണ് ഓണേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ബാച്ചുലർ ഓഫ് ടെക്നോളജി ഇൻ, നമ്മളിപ്പോൾ ഏതാണോ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ബാച്ചുലർ ഓഫ് ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓണേഴ്സ് എന്ന് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോഴ്സസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരും. ദെൻ ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതിൽ എല്ലാ കോഴ്സുകളും നമ്മൾ പാസ്സാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഈ 20 ക്രെഡിറ്റ്സും കൂടെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓണേഴ്സ് കിട്ടുള്ളൂ. ഇനി ഇതിൽ ഓരോരോ പോയിന്റ്സ് ആയിട്ട് ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയാം. യെസ്, ഫോർത്ത് സെമിസ്റ്ററിന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ മൈനേഴ്സ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ഫോർത്ത് സെമിസ്റ്ററിലാണ് നമ്മൾ ഈ ഓണേഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ്സ് നമ്മൾ പറഞ്ഞു എക്സ്ട്രാ 20 ക്രെഡിറ്റ്സ് വേണം എന്ന് പറഞ്ഞു. ആ 20 ക്രെഡിറ്റ്സിൽ 12 ക്രെഡിറ്റ്സ് നമ്മൾ മിനിമം ഓഫ് 3 കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം. അതിൽ ഒന്ന് മിനി പ്രോജക്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള 8 ക്രെഡിറ്റ്സിൽ നമ്മൾ 2 മൂവ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ 20 ക്രെഡിറ്റ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ അവേഴ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം ഒന്നുമില്ല, നമ്മൾ റെഗുലർ ക്ലാസ്സിനൊപ്പം തന്നെയായിരിക്കും ഇതിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് സപ്ലിമെന്ററി ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനേഴ്സ് പോലെ തന്നെ ഇതിന് വേറെ സപ്ലിമെന്ററി എക്സാംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോഴ്സുകൾ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ അടുത്തടുത്ത സെമിസ്റ്റേഴ്സിൽ നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഗ്രൂപ്പ് മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷഫിൾ ചെയ്തുകൊണ്ട് നമുക്ക് സബ്ജക്ട്സ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആദ്യം ഒരു ഗ്രൂപ്പ് എടുത്തു പിന്നെ അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ടെക്നോളജി ഇൻ നമ്മൾ ഏതാണോ ഡിസിപ്ലിൻ നമ്മൾ എടുത്തത് വിത്ത് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവാർഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമുക്ക് CGPA എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8.5 വേണമെന്നുള്ള ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ബിടെക് ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ നമ്മളുടെ കോഴ്സുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് തരും. ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ആ സബ്ജക്ട് വരുന്നത് നോക്കാം. യെസ്, ഇപ്പോൾ ബിടെക് ഓണേഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രൂപ്പ് 1 S4 S5 S6 S7 S8 ഓരോന്നും നമ്മൾ എടുക്കേണ്ട സബ്ജക്ട്സ്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ നാനോ ഇലക്ട്രോണിക്സ് FPGA ബേസ്ഡ് സിസ്റ്റം ഡിസൈൻ ഇലക്ട്രോണിക് ഡിസൈൻ ആൻഡ് ഓട്ടോമേഷൻ ടൂൾ RFMEMS. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 2 നോക്കുകയാണെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡിറ്റക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ തിയറി മൾട്ടി യൂസർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ആന്റിന. അടുത്തതിലാണെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ പ്രോസസിംഗ് കമ്പ്യൂട്ടേഷണൽ ടൂൾസ് ഫോർ സിഗ്നൽ പ്രോസസിംഗ് ഡിറ്റക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ തിയറി മൾട്ടിറേറ്റ് സിഗ്നൽ പ്രോസസിംഗ് ആൻഡ് വേവ്സ്. അപ്പൊ അങ്ങനെ അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് ആണ് നമുക്ക് ഓണേഴ്സിലെ മൈനേഴ്സിലെ പോലെയല്ല. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. ദെൻ എസ്റ്റേറ്റിൽ നമ്മൾ ഒരു മിനി പ്രോജക്റ്റും ചെയ്യണം. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ബിടെക് ഓണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന വർക്കിന് എഫേർട്ടിനൊക്കെ നമ്മൾ ലാസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബിടെക് ഇൻ നമ്മൾ എടുത്ത കോഴ്സ് വിത്ത് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഓക്കെ, സോ ബിടെക് ഓണേഴ്സ് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി S4 രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.